സ്നേഹമുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ദേഷ്യക്കാരനായിട്ടോ അല്ലെങ്കിൽ ശാന്തനായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരാളായിട്ടോ മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാനിവിടെ സംസാരിക്കുന്നത് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ റീസൺസിനെ കുറിച്ചിട്ടല്ല. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഫിസിയോളജിക്കൽ റീസൺസ് കൊണ്ടുണ്ടാവുന്ന കാരണങ്ങളെക്കുറിച്ചാണ്. ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ തലക്കേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്കോ നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും പാടെ മാറ്റിമറിച്ചേക്കാം. ഇതിനെ നമുക്ക് ഓർഗാനിക് പേഴ്സണാലിറ്റി ചേഞ്ച് എന്ന് വിളിക്കാം. ഒരു സ്ട്രോക്കും ട്രോമയൊക്കെ ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയാണ്. നമ്മുടെ തലച്ചോറിൽ മെയിനായിട്ട് 4 ലോബുകളുണ്ട്. ഫ്രണ്ടിലുള്ള ഫ്രണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ്, പെറൈറ്റൽ ലോബ്, ഓസിപിറ്റൽ ലോബ്. നമുക്കുണ്ടാകുന്ന സ്ട്രോക്കോ മറ്റുള്ള എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറിയോ ക്ഷതമോ ഒക്കെ നമ്മുടെ തലച്ചോറിൽ ഏത് ഭാഗത്താണ് സംഭവിക്കുന്നത്, ആ ഭാഗത്തിൻ്റെ ഫങ്ഷണൽ ഇമ്പയർമെൻ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെരുമാറ്റത്തിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ ലോബിൻ്റെ ഫങ്ഷനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ പെരുമാറ്റത്തെയും വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഫ്രണ്ടൽ ലോബ് പോലുള്ള ഭാഗങ്ങൾക്ക് ക്ഷതം സംഭവിക്കുമ്പോൾ അത് വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ വഴിവെക്കുന്നുണ്ട്. ഡിമെൻഷ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മാറ്റങ്ങൾ പലപ്പോഴും പെട്ടെന്നായിരിക്കും കേട്ടോ. എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? ഒന്ന്, ഇമ്പൾസിവിറ്റി, എടുത്തുചാട്ടം, ചിന്തിക്കാതെ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുക. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിറ്റബിലിറ്റി ആൻഡ് ഇമോഷണൽ ലയബിലിറ്റി, ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് അമിതമായിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക. തേർഡ് വൺ ആൻഡ് അപ്പത്തി, മുൻപ് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളോട് പോലും താല്പര്യം നഷ്ടപ്പെടുക. ഇങ്ങനെയുള്ള ഈ ന്യൂറോ ബിഹേവിയറൽ ചേഞ്ചസ് ആ രോഗിയെ മാത്രമല്ല കുടുംബത്തെയും സുഹൃത്തുക്കളെയും സാരമായിട്ട് തന്നെ ബാധിക്കും.